ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന കരബാവോ കപ്പിന്റെ സെമി ഫൈനലിൽ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസ്റ്റൽ യുണൈറ്റഡിനെ 3-1 തരിപ്പണാക്കി വിട്ടിരിക്കുന്നത്. അവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി അങ്ങോട്ട് തീരുമാനാക്കി. 3-0 വിജയമാണ് ഫസ്റ്റ് ഹാഫിൽ നേടിയത്. 3-1 ചുരുങ്ങിയത്, ഒരു 4-5 ഗോൾ അടിക്കേണ്ട ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആക്കിയപ്പോ പിന്നെ പെപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരെ വിട്ടാക്കിക്കുന്നുണ്ട്. മതി, നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ മതി, ഇത് ആ ഒരു 3 സ്കോർ ലൈനിൽ നിർത്തിയിട്ട് പറ്റുകയാണെങ്കിൽ 1-2 കൂടി അടിച്ചോ. അങ്ങനെ കുറെ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ടീമിനും. പക്ഷേ ന്യൂകാസ്റ്റലിന്റെ അറ്റാക്കിംഗ് അവര് ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രം എടുത്തിട്ടാണ് ഇന്ന് ഗോൾ അടിക്കാൻ നോക്കിയത്. പെപ്പിന്റെ സിറ്റി അവര് ഡിഫൻസ് ഒക്കെ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ട് പല ടൈമുകളിലും പല ഭാഗങ്ങളിലും പല സൈസിലായിട്ട്. പക്ഷേ ഗോൾ അടിക്കാനുള്ള ആൾക്കാർ വേണ്ടേ? ഇനിയിപ്പോൾ ഗോൾ അടിക്കുമെന്ന് വരട്ടെ, അവിടെ ഗോൾ കീപ്പർ ആളുകൂലിയാണ്. ഡോണറൂമയ്ക്ക് പറ്റിയ പിൻഗാമി തന്നെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ പെപ്പിന്റെ സിറ്റി ആർട്ടറ്റയുടെ ആഴ്സണലിനെ നേരിടാൻ പോകുന്നു മാർച്ച് 22 കരബാവോ കപ്പിന്റെ ഫൈനലിൽ. എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെയാണ്. 5-1 അഗ്രിഗേറ്റ് വിന്നിലാണ് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നത്. ആഴ്സണലാവട്ടെ ചെൽസിയെ ഇന്നലെ കണ്ടില്ല കളി. 1-0 വിജയമാണെങ്കിലും ചെൽസിയുടെ ആ ഒരു അറ്റാക്കിങ്ങിനെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് ആ 97 മിനിറ്റിൽ ആ ഒരു കിടിലൻ ഗോളിലൂടെ അവരെത്താണ് ആഴ്സണൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സീസണിൽ ആഴ്സണൽ മിക്കവാറും ചാമ്പ്യൻസ് ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കണമെങ്കിൽ ഈ കരബാവോ കപ്പിൽ തുടരണം. എന്താ പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയറിൽ ഫസ്റ്റാണ് നിൽക്കുന്നത്, ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർക്കൊരു പ്രശ്നമുണ്ട്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സീസണിൽ സിറ്റിനെ പരാജയപ്പെടുത്തിയിട്ട് ഇവര് ഈ ഒരു കരബാവോ കപ്പ് ഫൈനലിൽ ട്രോഫിയിൽ മുത്തമിടുകയാണെങ്കിൽ പിന്നെ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ തൂക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ PSG ആയി മാറാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അതിലാകെ എന്താ പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ നല്ല ലീഡിലാണ് ആഴ്സണൽ അടിക്കുന്ന കാലഘട്ടമെങ്കിലും അതേ സമയത്ത് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ് ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ. അവസാന മത്സരത്തിൽ സമനില നേടി മാഞ്ചസ്റ്റർ സിറ്റി, അതേപോലെ തന്നെ അവസാന മത്സരത്തിൽ ആസ്റ്റൺ വില്ല പരാജയപ്പെട്ടു. ഇപ്പോൾ 4ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീര പോരാട്ടം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ചെൽസിയും ഒക്കെ ആയിട്ട് ഗംഭീര പെർഫോമൻസിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കരബാവോ കപ്പിലേക്ക് വരുമ്പോൾ ഫൈനലിൽ സിറ്റിയെ പരാജയപ്പെടുത്തി, പെപ്പിന്റെ സിറ്റിയെ പരാജയപ്പെടുത്തി ആർട്ടറ്റയ്ക്ക് ആഴ്സണലിന് വേണ്ടി കപ്പ് എടുത്ത് കൊടുക്കണേ കുറച്ച് പണിപ്പെടേണ്ടി വരും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ കരബാവോ കപ്പിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ അവസാനത്തെ 10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സിറ്റിക്കാണ് അവിടെ മേധാവിത്വം. 2014, 2016, 2018, 2019, 20, 21 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 ട്രോഫികൾ അവർ ഒരു 10 വർഷത്തിനുള്ളിൽ 6 ട്രോഫികൾ നേടിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടല്ല, 6 ട്രോഫികൾ നേടിയിട്ടുണ്ട് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ. 2011 കരബാവോ കപ്പ് സ്വന്തമാക്കിയത് ബിർമിംഗ്ഹാം സിറ്റിയാണ്. അതിനുശേഷം 2012 ലിവർപൂൾ സ്വന്തമാക്കിയപ്പോൾ 2013 സെവൻസ സിറ്റി സ്വന്തമാക്കി. അതിനുശേഷം 2014 മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും കരബാവോ കപ്പ് സ്വന്തമാക്കണം. അതിനുശേഷം 2015 ചെൽസിയാണ് കരബാവോ കപ്പിൽ മുത്തമിടുന്നത്. 2016 വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റി വരെയാണ്. 2017 സാക്ഷാൽ ചുവന്ന ചെകുത്താന്മാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കപ്പ് തൂക്കാണ്. 2018 വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയാണ് വരുന്നത്. 2019, 20, 21 അങ്ങനെ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി കരബാവോ കപ്പ് നേടിക്കൊണ്ട് പെപ്പിന്റെ കീഴിൽ. 2022 വീണ്ടും ലിവർപൂൾ കപ്പടിക്കുന്നു. 2022 വീണ്ടും ചെകുത്താന്മാർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. 2024 വീണ്ടും ലിവർപൂളിന് കപ്പടിക്കണം. 2025 ലിവർപൂളിന് കപ്പടിക്കുന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് അത്ഭുതകരമായിട്ട് 3-0, 3-1 പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2026 ആരായിരിക്കും കപ്പടിക്കുക? മാഞ്ചസ്റ്റർ സിറ്റി ആണോ, അതോ കുറെ കാലമായിട്ടുള്ള ആ ഒരു കരബാവോ കപ്പ് സ്വന്തമാക്കാൻ ആഴ്സണലിലെ പെപ്പിന്റെ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ട് ആർട്ടറ്റയ്ക്ക് കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ആരായിരിക്കും കപ്പടിക്കുക എന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാഞ്ചസ്റ്റർ സിറ്റി വിസ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് കളിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ 3 ഗോളുകൾ അടിച്ച് അവരുടെ നയം വ്യക്തമുണ്ട്. നല്ല പ്രസിങ്, കിട്ടില്ല പ്രസിങ്. ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ഡിഫൻഡർമാരെയൊക്കെ ഏതൊക്കെ വഴിക്ക് കൂട്ടാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു ഗോൾ വന്ന ഡിഫ്ലക്ഷനും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലാണ്. മർമൂഷാണ് 2 ഗോൾ അടിക്കുന്നത്. ആ ചങ്ങായിക്ക് ഹാട്രിക് അല്ല, ഒരു 4 ഗോൾ അടിക്കുന്ന ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയില്ലാത്തതുകൊണ്ട് മാത്രം സെക്കൻഡ് ഹാഫിൽ ആളുടെ 2-3 ചാൻസുകൾ കിട്ടില്ല ചാൻസുകൾ മിസ്സായി പോയത്. അതിനുശേഷം 32 മിനിറ്റിൽ രജേന്ദ്രാസ് സെമിനിയുടെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ആ ബോൾ കൊണ്ടുവന്നത്. പക്ഷെ ആ ടൈമിലുള്ള ഒരു ഷോർട്ട് അസിസ്റ്റ് എന്ന് പറയാം, അതിൽ കയറി രജേന്ദ്രാസ് ഗോൾ സ്കോർ ചെയ്യാണ്. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ 2-3 ചാൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ സ്കോറാക്കി മാറ്റാൻ മാത്രം അവരോട് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലും ചങ്ങായി സിറ്റിയിൽ നിന്ന് പോയിട്ട് എലാങ്ക
ആളാണ് 62-ാം മിനിറ്റിൽ ഗോൾ അടിക്കുന്നത്. സിറ്റി ഇപ്പോൾ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെൽസിയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ ആഴ്സണലിൽ പോയി ഗോൾ അടിക്കുന്നുണ്ട്, ആഴ്സണലിൽ ചെൽസിക്ക് വന്ന ആൾക്കാർ ഇവർക്കെതിരെ അടിക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തം ടീമുകൾക്കെതിരെ ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലേയേഴ്സും പഴയ ക്ലബിനെതിരെ. അങ്ങനെ ആൾക്ക് അതിനുശേഷം നല്ല നല്ല കിടിലൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. കൗണ്ടർ നേടിയിട്ട് ഇൻഡിവിജ്വലിൽ കൊണ്ട് ഗോൾ അടിക്കുക, അതന്നെ. അതിൽ സിറ്റി ഒരു പരിധി വരെയൊക്കെ ഡിഫൻസിൽ ഓക്കെ എന്ന് പറയാം. ഫസ്റ്റത്തെ 2 ഗോളുകളും ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഡിഫൻഡർമാരുടെ മിസ് കൊണ്ട് വന്നാണ്. ഒന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ആ ഗോള് ചിലപ്പോൾ അതിനുള്ളിൽ പെടില്ലായിരുന്നു. രണ്ടാമത്തെ ഗോള് ആ ഒരു ഡിഫൻഡർ ആ ഒരു ബോൾ തട്ടിയിടുന്നൊക്കെ പുറത്തേക്ക്, അത് നേരെ ആൾ സ്ലിപ്പായിട്ട് അവിടെ വീഴാണ്. ആ സമയത്താണ് ഈ ചങ്ങായി അത് വന്ന് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ്. ഹാലൻഡിനെ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടുത്താതെ ചങ്ങായി ഉൾപ്പെടുത്തിയാണ്. ഹാലൻഡിന് പറ്റിയ ഒരു പിൻഗാമിയാണ്. ഹാലൻഡ് ഇപ്പോൾ ഗോൾ അടിക്കാൻ മടിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചങ്ങായി മർമോഷ് അടിപൊളിയായിട്ട് ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയുടെ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3-0 വിജയം വന്നപ്പോൾ തന്നെ സിറ്റി ഇനി ഒരു ന്യൂകാസലിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അപ്പോൾ കളിയും ചടച്ചുപോയി. ന്യൂകാസൽ ഒരു സൈഡിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതല്ലാതെ സിറ്റിക്ക് മനസ്സിലായി ഇത് ഈ കളി ഇങ്ങനെ തന്നെ അവസാനിപ്പിക്കൊള്ളുന്നു. അതിലൊരു ഗോള് അവർ സ്കോർ ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ 5-1 അഗ്രിഗേറ്റിലാണ് സിറ്റി ഫൈനലിൽ എത്തുന്നത്. അപ്പോൾ എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും ഫൈനലിൽ വെംബ്ലിയിൽ നടക്കാൻ പോകുന്നത്. വെംബ്ലിക്ക് 2 ടീമും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സിറ്റി വേഴ്സസ് ആർസണൽ മത്സരമാണ് വരാൻ പോകുന്നത്. മാർച്ച് 22 ഫുട്ബോൾ ആരാധകർക്ക് ഒരു എന്താ പറയാ, വെംബ്ലി ചോപ്പിക്കോ അതോ നീല നിറത്തിലായിരിക്കും വെംബ്ലി ഉണ്ടാവുമെന്ന് നമുക്ക് ആ മത്സരം കഴിയുന്നതോടെ അവസാനിപ്പിക്കാം. ആരായിരിക്കും ശരിക്കും, ആർട്ടറ്റയാണോ അതോ പെപ്പാണോ ചിരിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റിലേക്ക് പോകണമെങ്കിൽ 17 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി. 9 ഓൺ ടാർഗറ്റിലേക്കാണ്. കുറേയൊക്കെ ഗോൾ കീപ്പർമാർ കിട്ടലും സേവാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ ന്യൂകാസിലാണെങ്കിൽ 10 ഷോട്ടുകൾ, അതിൽ 5 ഓൺ ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. 60% പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തായിരുന്നു, 40% ന്യൂകാസിൽ യുണൈറ്റഡിന്റെ. 9 ഫൗളുകൾ മാഞ്ചസ്റ്റർ സിറ്റി കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ 10 ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കോണും മാഞ്ചസ്റ്റർ സിറ്റിക്ക് 3 ഉണ്ടായിരുന്നു. ഓഫ് സൈഡുകൾ 1ഉം 2ഉം ആണ് അവിടെ ഉള്ളത്. കോർണേഴ്സ് വിൻ ചെയ്ത് മാഞ്ചസ്റ്റർ സിറ്റി 5 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ 4 കോർണേഴ്സാണ് ന്യൂകാസിൽ യുണൈറ്റഡ് വിൻ ചെയ്തിരിക്കുന്നത്. ന്യൂകാസിൽ കഴിഞ്ഞ സീസണിൽ കരബാവ് കപ്പ് ചാമ്പ്യന്മാരൊക്കെയാണ്, ശരിയാണ്. പക്ഷേ അതിനൊത്ത പ്രകടനമൊന്നല്ല ഇവർ കാഴ്ചവെച്ചത്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കളി അവസാനിച്ചു 5-1 അഗ്രിഗേറ്റിൽ സിറ്റിയുടെ പെപ്പിന്റെ സിറ്റി അങ്ങനെ തന്നെ പറയണം. അവര് ഫൈനലെത്തിയിരിക്കുകയാണ്. ഒരു നല്ല ഉശിരം ഫൈറ്റ് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രസമായിരുന്നു കളി കാണാൻ വേണ്ടി. ഇത് ഒരു ടീം മാത്രം ഏകപക്ഷീയമായി ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരു കുറച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതൊരു ത്രില്ലാത്ത പരിപാടിയാണ്. ഞാൻ ന്യൂകാസലിന്റെ ഒരു തിരിച്ചുവരവിന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ അടിച്ച് തിരിച്ചു വരുന്നത് എവിടെ, അപ്പോഴേക്കും 5 ആയിട്ടുണ്ട് അഗ്രിഗേറ്റ്. അപ്പൊ പിന്നെ പട്ടുകാരില്ല. അപ്പൊ ഇവരും വിട്ടു. ആ ഗോൾ കീപ്പർ ഒന്നും മതിയായിട്ടുണ്ട് പണിയെടുത്തിട്ട്. ആ ടീം സേവും അതേപോലെ തന്നെ ഇവരുടെ മൈനസ് പാസുകളും അതേപോലെ തന്നെ മൊത്തം കുറെ ടൈമിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ പ്രസ്സിംഗ് ഉണ്ടല്ലോ ഫസ്റ്റ് ഹാഫിലൊക്കെ ഗംഭീരമായിരുന്നു. അത് കാരണം ഗോളി കുറെ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഫൈനലായി കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.